ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ സ്റ്റേക്കേഷൻ വീഡിയോ ആയിരുന്നല്ലോ. നമ്മൾ വയനാട്ടിൽ പോയിട്ട് സപ്ത എന്ന് പറഞ്ഞ റിസോർട്ടിൽ പോയിട്ടുണ്ട്. സ്റ്റേക്കേഷൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം. അപ്പം അതിനുശേഷം എനിക്ക് കിട്ടിയ ഒരുപാട് ക്വസ്റ്റ്യൻസും ജെയിൻ്റെ ഫുഡ് റുട്ടീൻ എങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം, പിന്നെ ജെയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കയ്യിൽ കൊണ്ടുപോകാറ് ട്രാവലിങ്ങിൻ്റെ സമയത്ത്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജെയിൻ്റെ ട്രാവലിങ്ങിൻ്റെ സമയത്തുള്ള ഒരു ഫുഡ് റുട്ടീൻ്റെ ഹോൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എനിക്ക് തോന്നുന്നു ജെയ്ക്ക് ഒരു വയസ്സൊക്കെ ആയപ്പോഴുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയിട്ട് കാണുക. അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ട്രാവലിങ്ങിൻ്റെ സമയത്ത് ജെയിൻ്റെ ഫുഡ് റുട്ടീൻ എങ്ങനെയാണ് എന്നൊക്കെ ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഉള്ളൊരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ജെയ്ക്ക് വേണ്ടി കരുതാറ്, എന്തൊക്കെയാണ് അവന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പാക്ക് ചെയ്യാറ് എന്നൊക്കെയാണ്. അപ്പൊ സ്റ്റോറീസ് ഒക്കെ കണ്ടപ്പോഴും ഒരുപാട് പേര് ചോദിച്ചത് അതായിരുന്നു, ജെയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കൊണ്ടുപോകാറ് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഐ തോട്ട് എന്തായാലും നമ്മൾ ഡയപ്പർ ബാഗൊക്കെ കയ്യിൽ തന്നെ ഉണ്ട്, ഇങ്ങനെ നല്ലൊരു സ്ഥലമാണ്. അപ്പം ആ ഒരു വീഡിയോ പോലെ അങ്ങ് ഷൂട്ട് ചെയ്താൽ എല്ലാവർക്കും ഉപകാരമാവുമല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നും ഇല്ല കേട്ടോ. നോർമലി നമ്മളെല്ലാവരും കൊണ്ടുപോകണം അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ജെയ് ഒരു ബേബി ആയപ്പം നമ്മൾ ട്രാവലിങ്ങിന്റെ സമയത്ത് അവന്റെ ഡയപ്പർ ബാഗിൽ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്നിപ്പം അവൻ കുറേ മാറി, അവൻ വലിയ ബേബിയായി, ഒരു ടോഡ്ലറായി. അവന്റെ ആവശ്യങ്ങളും അന്നത്തെ അത്ര ആവശ്യങ്ങളൊന്നും ഇപ്പം അവനില്ല. കുറേയും കൂടെ അഡ്ജസ്റ്റബിൾ ആണ്. കുറേയും കൂടെ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ തുടങ്ങി. അപ്പൊ ഇപ്പം അവന്റെ ഡയപ്പർ ബാഗിൽ സത്യം പറഞ്ഞാൽ സാധനങ്ങൾ കുറഞ്ഞു. എന്നാലും ഒരു ടോഡ്ലറിന്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പം ഞങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകാറുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അതാണ് അപ്പൊ ഈ വീഡിയോ. അപ്പൊ മറ്റേ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും ഒന്ന് പോയിട്ട് കാണാം. ഒരു ബേബി, ഒരു 1 year ബിലോ ഉള്ള ബേബിന്റെ കൂടെ ബേബിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, ഡയപ്പർ ബാഗിൽ വെക്കേണ്ട എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ യൂട്യൂബ് ചാനലിലത്തെ ഏറ്റവും വൺ ഓഫ് ദി വെരി ഫസ്റ്റ് വീഡിയോസ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ ഡു ചെക്ക് ദാറ്റ് ഔട്ട്. ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണാം. അപ്പം ഇന്നിപ്പോ ഡയപ്പർ ബാഗിനെ കുറിച്ച് പറയാനാണെങ്കിൽ ബേബി ജലേബിന്റെ ഡയപ്പർ ബാഗാണ്. ഈ ഡയപ്പർ ബാഗിനെ കുറിച്ചും ഇതിന്റെ ഫുൾ കമ്പാർട്ട്മെന്റ്സിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഈ ഡയപ്പർ ബാഗിനെ കുറിച്ച് എന്തറിയണമെങ്കിലും ആ വീഡിയോ കണ്ടാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയപ്പർ ബാഗാണ്. ഇത് ഓൾമോസ്റ്റ് 2 years ആയി ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നു. അടിപൊളിയായിട്ട് ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഡയപ്പർ ബാഗിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ, ഇടയിൽ നമുക്ക് നമ്മളെ കുഞ്ഞു ഗസ്റ്റ് ഉണ്ട്, ജെയ്യു. നമ്മ ഡയപ്പർ ബാഗിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് പറയട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഡയപ്പർ ബാഗ് തുറക്കും. ഇത് ആരുടെ ബാഗാ? ഹൂസ് ബാഗ് ഇസ് ദിസ്? ബ്ലാക്ക് കളർ ബാഗാണ്, എയ്യുവിന്റെ ബാഗാണ് അല്ലേ. അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ? ഇതെന്താ? ഡയപ്പേഴ്സ്. മമ്മ കാണിക്കോ? ഒറ്റ മിനിറ്റ്, മമ്മ കാണിച്ചു തരാം. അപ്പൊ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഡയപ്പേഴ്സ് ആണ് വേണ്ടത്. ഇത് പാമ്പേഴ്സിന്റെ പ്രീമിയം ഡയപ്പേഴ്സ് ആണ്. പിന്നെ നമ്മൾ ഇതിലുള്ളത് ജെയിന്റെ ബിബ് ഉണ്ട്. ഇത് നമ്മൾ കാർന്നെങ്ങാൻ അങ്ങനത്തെ ലിക്വിഡി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ സമയത്ത് മാത്രം ഹാൻഡി ആയിട്ട് ഞാൻ വെക്കുന്നതാണ്. പിന്നെ ഹോട്ടൽസിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പോകുമ്പോൾ ഞാനിപ്പോൾ അവന് ഡയപ്പർ എന്ന് പറയണത് ബിബ് ഉപയോഗിക്കാറുണ്ട്. കാരണം അവൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് വോണ്ട് ടു റിസ്ക് ഇറ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബിബ് കയ്യിൽ കരുതാറുണ്ട്. പിന്നെ ജെയിനെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടോയ്സ് കയ്യിൽ കരുതും. ഇതിപ്പോ വല്ല പോപ്പിറ്റാണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാറിലൊക്കെ നമ്മള് കാർ സീറ്റിൽ ഇരുത്തിയിട്ട് കച്ചറയാണ്, ഇരിക്കുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ ഇതും കൈ കൊടുത്താലും മൂപ്പര് കുറേ നേരം അതും പിടിച്ചവിടെ ഇരുന്നോളും. മോസ്റ്റ് ഓഫ് ദി ടൈം അവൻ ഉറങ്ങുക തന്നെ ആയിരിക്കും. പക്ഷെ ഇനി അല്ല ഉറങ്ങുന്നില്ല, അടങ്ങിയിരിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പോപ്പിറ്റ് കൈ കൊടുത്താൽ അവനിരുന്നോളൂ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ടോയ്സ് എല്ലാ ദിവസവും ഇതന്നെയല്ല എടുക്കുക. എന്തെങ്കിലും ഒക്കെ അവന്റെ കയ്യിലുള്ള ടോയ്സ്, ഇപ്പൊ കാറിന്നൊക്കെ പെട്ടെന്ന് അവനൊന്ന് അടക്കി ഇരുത്താനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള ടോയ്സ് എപ്പോഴും ഞാൻ കയ്യിൽ കരുതാറുണ്ട്, എന്തെങ്കിലും ടോയ്സ്. പിന്നെ ഒരു എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സ് കരുതാറുണ്ട്. ഇത് കാറിന്ന് ഇതേപോലെ തന്നെ എന്തെങ്കിലും ആക്സിഡന്റലി എന്തെങ്കിലും സംഭവിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അതിനിപ്പം സൂട്ട് കേസ് ഒന്നും തുറക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസരത്തിലുള്ള എക്സ്ട്രാ 1-2 പെയർ ഓഫ് ഡ്രസ്സ് ഞാൻ കയ്യിൽ കരുതും. അതൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പൊ അവൻ അങ്ങനെ ആവശ്യം വരാറില്ല. പക്ഷെ പണ്ട് ബേബി ആയിരുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്ക് ഇപ്പം എന്തെങ്കിലും സ്പിറ്റപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പം ഡ്രസ് ചേഞ്ചിങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ആവശ്യമില്ല. എന്നാലും ഞാൻ സേഫ്റ്റിക്ക്
ടു ബി ഓൺ ദി സേഫർ സൈഡ് ഒരു ഡ്രസ്സ് കയ്യിൽ കരുതും, 1 or 2. പിന്നെ ജയ്ക്ക് ഒരു ബുക്ക് ഉണ്ടാവും. ഇതേതാ ബുക്ക്? ഓക്കെ, അപ്പൊ ജെയിന്റെ ഒരു ബുക്ക് കയ്യിൽ കരുതും. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ കാറിന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് ഒരു ബുക്ക്. അത് സത്യം പറഞ്ഞാൽ ജെയ്ക്ക് എവിടെ പോകുമ്പോഴും നമ്മൾ ബുക്ക് കയ്യിലുണ്ടാവും. അത് അവന്റെ സൂട്ട് കേസിൽ 2-3 ബുക്ക് വേറെ ഉണ്ട്, നമുക്ക് റിസോർട്ടിൽ നിന്നൊക്കെ അതിന്ന് എടുക്കാം. പക്ഷെ പെട്ടെന്ന് കാറിൽ നിന്നൊക്കെ ഇപ്പം ബുക്ക് അവന് ഇതേപോലെ തന്നെ കരയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വാശി പിടിക്കുകയാണ്, വേറെ എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ബുക്ക് കണ്ടാലും മൂപ്പര് അടങ്ങിയിരുന്നോളും. അപ്പൊ ബുക്ക് ഉണ്ടാവും. പിന്നെ ബുക്ക് ഉണ്ടാവും. പിന്നെ അഗെയിൻ നോർമൽ റൊട്ടീൻ ആയിട്ടുള്ള നമ്മളെ വൈപ്സ് ഉണ്ടാവും. ഇത് വാട്ടർ വൈപ്സ് ആണ്. ഇതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റേ ഡയപ്പർ ബാഗിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് അറിയണമെങ്കിലും ആ വീഡിയോ കണ്ടാൽ മതി. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൈപ്സ്. ഇത് കംപ്ലീറ്റ്ലി വാട്ടർ ആണ്, വാട്ടർ വൈപ്സിന്റെ വൈപ്സ് ആണ്. അപ്പൊ ഇതും കയ്യിലുണ്ടാവും എപ്പോഴും. വേറെവർ വി ഗോ നമ്മുടെ കയ്യിൽ ആ സാധനം ഉണ്ടാവും. പിന്നെ ഒരു ടവൽ ഉണ്ടാവും. പിന്നെന്താ, ഇനി അവന്റെ ഒരു കോമ്പ് ഉണ്ടാവും. പിന്നെ അവന്റെ ഡയപ്പർ റാഷ് ക്രീം ഉണ്ടാവും. ഇതൊന്നും ഇപ്പൊ യൂസ് ചെയ്യാറില്ല. അഥവാ ആവശ്യം വന്നാൽ എന്തെങ്കിലും റാഷസോ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ അവസരത്തിൽ ട്രാവലിങ്ങിന്റെ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ ഡയപ്പർ റാഷ് ക്രീം കൈ കരുതും. പിന്നെ ഇത് അവന്റെ സൺസ്ക്രീൻ ആണ്. ഇതിപ്പോ മമാഅത്തിന്റെ സൺസ്ക്രീൻ ആണ്. നമ്മളിപ്പോ ഇവിടെ വരുമ്പോൾ അവന്റെ കയ്യിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മസ്റ്റർലന്റെ സൺസ്ക്രീൻ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ ഈ ട്രാവലിങ്ങിന് ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് ക്രൈ എന്നാണല്ലേ നമ്മളിത് വാങ്ങിച്ച് മമാഅത്തിന്റെ സൺസ്ക്രീൻ ആണ്. അപ്പൊ അത് 2 ഉണ്ടാവും. അത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ അകത്ത്. പിന്നെ ഈ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഇത് ആക്ച്വലി ബോട്ടിൽസ് വെക്കാനുള്ള കമ്പാർട്ട്മെന്റ്സ് ആണ്. ഫീഡിങ് ബോട്ടിലും അങ്ങനത്തെ സാധനങ്ങൾ, അതിന്റെ വെള്ളവും ഫോമുല മിൽക്കും ഒക്കെ വെച്ചിരുന്ന കമ്പാർട്ട്മെന്റ്സ് ആണ്. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യം മൂപ്പർക്കില്ല. മൂപ്പര് വലിയ ആളായി. ഇതിലിപ്പോ നമ്മളെ വിറ്റാമിൻ D3ന്റെ ഡ്രോപ്സ് ഉണ്ട്. അതെപ്പോഴും എന്റെ ബാഗിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു പാരസെറ്റമോളിന്റെ സിറപ്പ് ഉണ്ട്. ഈ സിറപ്പും ഇനി അഥവാ പെട്ടെന്ന് പനിയോ എന്തെങ്കിലും വന്നു, എന്തെങ്കിലും വേദനയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഹാൻഡി ആയിട്ട് വെക്കണമെന്നേ ഉള്ളൂ. അത് അങ്ങനെ ഇനി യൂസ് ചെയ്യാറില്ല. എന്താ അഗെയിൻ വേറൊരു കോമ്പും നെയിൽ കട്ടറും ഉണ്ട്. പിന്നെ ലാസ്റ്റ്ലി അവന്റെ ബ്രഷും പേസ്റ്റും ഉണ്ട്. ബ്രഷും പേസ്റ്റും ആണ്. ഇത് അഗെയിൻ PGന്റെ ആണ്. ബ്രഷും PGN ആണ്, പേസ്റ്റും PGN ആണ്. ബ്രഷും പേസ്റ്റും ഉണ്ടാവും. പിന്നെ അവന്റെ മോയ്സ്ചറൈസിങ് ക്രീമും സെറ്റാഫിലിന്റെ റെസ്റ്റോറഡം എന്ന് പറഞ്ഞ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ അവന്റെ ബോഡി വാഷും നമ്മൾ എടുക്കാറുണ്ട്. അതെങ്ങനെ ഈ ട്രിപ്പിൽ നമ്മൾ എടുത്തിട്ടില്ല. സാധാരണ നമ്മൾ എപ്പോഴും അവന്റെ ബോഡി വാഷും എടുക്കാറുണ്ട്. പിന്നെ ഇതിപ്പോ 1 day ട്രിപ്പ് അല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മളത് എടുത്തില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പം ജയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാറ്. ഇതൊക്കെയും ഓരോ ബേബിക്കും ഡിപ്പെൻഡ്, നിങ്ങളുടെ ബേബിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ഒക്കെ എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ പെട്ടെന്നൊന്ന് ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയപ്പർ ബാഗിൽ ക്യാരി ചെയ്യേണ്ട ന്യൂ ബോൺ ബേബിനെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ക്യാരി ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണാം. പിന്നെ ഇതിന്റെ പുറമെ നമ്മൾ അവൻ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സോ പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതും. അതൊന്നും പിന്നെ ഫുഡ് ഐറ്റംസ് ഞാൻ ഇതിൽ വെക്കാറില്ല. അല്ലാതെ ബാക്കി എല്ലാ അവന്റെ ഫുഡും ഒക്കെ നമ്മൾ കഴിക്കുന്നതിന്റെ കൂടെ തന്നെയാണ് അവന് കഴിക്കാറില്ല. അത് അവന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫുഡും എടുക്കാറില്ല. ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കരുതും, അത്രേ ഉള്ളൂ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. യുവർ സപ്പോർട്ട് മീൻസ് എ ലോട്ട് ടു us and thank you so much for watching. We'll see you in another video. Thank you. Bye.